ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദക്ഷിണായന പുണ്യകാലത്തിൻ്റെ ആദ്യത്തെ അമാവാസ തിഥി. അമാവാസ തിഥി എന്ന് പറയുമ്പോൾ പിതൃവഴിപാടുകൾക്കും കുലദൈവ വഴിപാടുകൾക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് എന്ന് നമ്മളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, നമ്മൾ പിതൃതർപ്പണം നടത്തുന്നത് തുലാം മാസത്തിലെ അമാവാസ തിഥിക്കും കർക്കിടക മാസത്തിലെ അമാവാസ തിഥിക്കുമാണ് എന്നും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കർക്കിടക അമാവാസ തിഥി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് എന്ന്. പിതൃക്കളുടെ അനുഗ്രഹത്തിനായിട്ടും കുലദൈവ അനുഗ്രഹത്തിനായിട്ടും ഇഷ്ടദൈവ അനുഗ്രഹത്തിനായിട്ടും നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 100% ഫലം തരുന്നവയായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് ചെയ്യുന്ന വഴിപാടുകൾ, അതുപോലെ തന്നെ ചൊല്ലുന്ന മന്ത്രജപങ്ങൾ എന്നിവയ്ക്ക് അതീത ശക്തിയാണ് ഉള്ളത്. നമ്മൾ ഏത് കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഇന്ന് വഴിപാടുകളും പൂജാതി കർമ്മങ്ങളും മന്ത്രജപങ്ങളും എല്ലാം ചൊല്ലുന്നത്, അതെല്ലാം തന്നെ 100% നമ്മളിലേക്ക് ഫലം എത്തിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും. ആ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കിട്ടണമോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനും. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം തടസ്സപ്പെട്ട് കിടക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ പലർക്കും കാണുന്ന, അതായത് ജാതകവശാൽ പലർക്കും കാണുന്ന ഒരു കാര്യമാണ് പിതൃദോഷം എന്നുള്ളത്. പിതൃക്കളെ ശാന്തിപ്പെടുത്താതിരുന്നാൽ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തിട്ടും അതിന് യാതൊരു വിധത്തിലുള്ള ഫലങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് പിതൃതർപ്പണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരു പക്ഷേ ഇന്ന് ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ അവർ ഇനി വരുന്ന തുലാമാസത്തിലെ അമാവാസ തിഥിക്കും ചെയ്യുന്നതായിരിക്കും. അതെല്ലാം തന്നെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ഇന്ന് പിതൃതർപ്പണം ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മൾ ഇന്ന് വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ആദ്യത്തെ ഒരു ഉരുള ഒരു ചെറിയ ഇലയിലാക്കി അതിൽ കുറച്ച് എള്ളു കലർത്തി നമ്മൾ നമ്മുടെ വീടിന് മുകളിലോ അല്ലെങ്കിൽ കാക്കകൾ വരുന്ന സ്ഥലത്തോ കൊണ്ടുപോയി അവർക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. കുളിച്ച് ശുദ്ധമായതിനു ശേഷമായിരിക്കണം ഇന്ന് നമ്മൾ ഈ ഒരു പ്രവൃത്തി ചെയ്യേണ്ടത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പുണ്യം തരുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. ഇത് നമുക്ക് ഈ ഒരു അമാവാസ തിഥിക്ക് എന്ന് മാത്രമല്ല എല്ലാ അമാവാസ ദിവസങ്ങളിലും ഈ ഒരു പ്രവൃത്തി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ദുർശക്തികളെ ഇല്ലാതാക്കുവാനും നമുക്ക് നേരിടുവാൻ പോകുന്ന അപകടങ്ങളെ ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇന്ന് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് കുലദൈവ വഴിപാട് എന്ന് പറയുന്നത്. കുലദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുമെന്ന് മാത്രമല്ല, കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും സമ്പത്തും ആരോഗ്യവും എപ്പോഴും ഉണ്ടാകുമെന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് കുലദൈവ വഴിപാടിന് ഏറ്റവും ഉത്തമമായ ഒരു ദിവസമാണ്. അമാവാസ ദിവസങ്ങളിൽ കുലദൈവത്തിനെ മനസ്സിൽ കരുതിക്കൊണ്ട് ഉപ്പ് വഴിപാട് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു മഞ്ഞൾ നിറത്തിലുള്ള തുണിയിൽ ഒരു പിടി അളവിന് കല്ലുപ്പ് കയ്യിലെടുത്ത് അതിൽ ഒരു സ്വർണത്തിൻ്റെ കഷ്ണമോ വെള്ളിയുടെ കഷ്ണമോ വെക്കുക. ഇനി അഥവാ സ്വർണമോ വെള്ളിയോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞൾ കഷ്ണം വെച്ച് അതിൽ 1 രൂപ നാണയം വെച്ച് അതിലൊരു വയമ്പ് വെച്ച് ഒരു കിഴി രൂപത്തിലാക്കി പൂജാമുറിയിൽ വെച്ച് അവിടെ നമ്മൾ ദീപധൂപ ആരാധനകൾ കാണിച്ച് നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് പുറത്ത് വലതുവശത്ത് ഇത് കെട്ടിത്തൂക്കി ഇടേണ്ടതാണ്. ഇത് നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുവാനും പോസിറ്റീവ് എനർജിയെ ആകർഷണം ചെയ്യുവാനും കുലദൈവത്തെ നമ്മുടെ വീട്ടിൽ നിരന്തരമായിട്ട് കുലദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാനും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ എല്ലാ അമാവാസ തിഥികളിലും മാറ്റിയെടുക്കാവുന്ന ഒരു താന്ത്രിക മുറയാണ്. അതുപോലെ തന്നെ ഇന്ന് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും വളരെ ഉത്തമമാണ്. ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്ന സമയത്തും ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല, പക്ഷേ ഇന്ന് അമാവാസ തിഥിയാണ്, ഞങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ഇന്ന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മന്ത്രം ചൊല്ലേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്. ഇന്ന് സർവ്വ അമാവാസ തിഥിയാണ്. ഇന്ന് മുഴുവനായിട്ടും അമാവാസ തിഥി ഉള്ളതിനാൽ തന്നെ ഇന്ന് രാത്രി 12 മണി വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും ഞാൻ ഇപ്പോൾ ഇവിടെ ചൊല്ലുവാൻ പോകുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. എത്ര പ്രാവശ്യം ചൊല്ലണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 58 പ്രാവശ്യം ഈ ഒരു 3 വരി മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. വെറും 58 പ്രാവശ്യം മാത്രം ജപിച്ചാൽ മതി. അതിൽ കൂടുതൽ ചൊല്ലണമെന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല.
ഇനി അതുപോലെ തന്നെ ഈ ഒരു മന്ത്രം ചൊല്ലുവാനായിട്ട് ഏതൊരു കാര്യവും നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നില്ല. പ്രധാനമായിട്ടും ഇന്ന് അമാവാസ തിഥിയെല്ലാം ആയതിനാൽ തന്നെ അധികം പേരും നമ്മൾ പിതൃതർപ്പണം ചെയ്തു വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നോൺ വെജ് എല്ലാം എടുത്ത് കഴിക്കുന്ന ഒരു ശീലം പല സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷെ സാധാരണ പറയുകയാണെങ്കിൽ അമാവാസ ദിവസങ്ങളിൽ നോൺ വെജ് എടുക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രധാനപ്പെട്ട പിതൃതർപ്പണമെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ ചടങ്ങുകൾക്ക് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു ശീലം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. അതുപോലെ പീരിയഡ്സ് ആണ്, പുലവാലായ്മയുണ്ട് എന്നൊന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ജോലി സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാമോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചൊല്ലാമോ എന്നെല്ലാം ചോദിക്കുകയാണെങ്കിൽ ചൊല്ലാം. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും യാത്രകളിലാണെങ്കിലും ഇനി എന്തെങ്കിലും തിരക്കുകളാണെങ്കിലും നമുക്ക് ഇരുന്ന് ചൊല്ലാവുന്നതാണ്. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കണമെന്നില്ല. അതുകാരണമാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്. കഴിവതും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ കട്ടിലിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ താഴെ തറയിൽ ഇരുന്നു കൊണ്ടോ കിഴക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് ജപിക്കാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകുന്നവർ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ടും ഈ മന്ത്രം ചൊല്ലാം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ ഈ ഒരു പ്രധാനപ്പെട്ട 3 വരി മന്ത്രം ഏതാണ് എന്ന് കാണാം. ലളിതം ശ്രീധരം, ലളിതം ഭാസ്കരം, ലളിതം സുദർശനം. ഈ 3 വരി മന്ത്രമാണ് നമ്മൾ ഇന്ന് ചൊല്ലേണ്ടത്. കാരണം ഇന്ന് അമാവാസ തിഥി എന്നതിൽ ഉപരി തന്നെ കുബേര അമാവാസ കൂടിയാണ്. കുബേര ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായ വ്യാഴാഴ്ച അമാവാസ തിഥി വരുന്നതിനാൽ തന്നെ ഇന്ന് കുബേര അമാവാസ എന്നും പറയുന്നുണ്ട്, സർവ്വ അമാവാസ തിഥി എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ പെരുമാൾ സ്വാമിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസം കൂടി ആയതിനാൽ ഇന്ന് നമ്മൾ ചൊല്ലേണ്ട ഈ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ചൊല്ലാമെങ്കിലും കൂടി കുറഞ്ഞത് നമ്മൾ 58 പ്രാവശ്യമോ അല്ലെങ്കിൽ 21 പ്രാവശ്യമോ ചൊല്ലാവുന്നതാണ്. അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ജപിക്കാവുന്നതാണ്. വെറുതെ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ഈ ഒരു മന്ത്രം വിശ്വാസത്തോടു കൂടി ജപിച്ച് മാത്രം നോക്കുക. നിങ്ങൾ ഏതൊരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണോ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് ആ ആഗ്രഹം നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. കൂടാതെ കുബേര ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം ഇല്ലാതാകുകയും പെരുമാൾ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുമാന മാർഗം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതായിരിക്കും. വെറുതെ ഒന്ന് ചൊല്ലി നോക്കൂ. തീർച്ചയായും ഫലം നേടിത്തരുന്ന പല താന്ത്രിക രീതികളെക്കുറിച്ചും നമ്മുടെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തു വരുന്നുണ്ട്. 1 രൂപ പോലും ചിലവില്ലാതെ പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഈ ഒരു മന്ത്രജപം, അതുപോലെ തന്നെ താന്ത്രികങ്ങൾ, വഴിപാട് രീതികൾ എന്നിവയെല്ലാം ഒരുപാട് പേർക്ക് മാറ്റം കൊണ്ടുവരുന്നതായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയുന്നത്, വളരെ വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും 100% ഫലം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഏതൊരു കാര്യങ്ങളും ശ്രദ്ധിക്കാതെ നമ്മൾ മറക്കാതെ നിങ്ങളെ കൊണ്ടാവുന്നത്രയും ഈ ഒരു മന്ത്രം ജപിക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള താന്ത്രികങ്ങൾ, മന്ത്രജപങ്ങൾ, വഴിപാടു രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.